നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മള് +1 ഫിസിക്സിലെ വർക്ക് എനർജി പവറിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവര് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഇതാക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. +1 അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സൂപ്പറായിട്ടും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നല്ല എനർജി ലെവലിൽ എപ്പോഴും പറയുന്നത് നല്ല പവർ വേണം, എനർജി വേണം, പക്ഷെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വർക്ക് പവറും പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എനർജിയിലേക്കാണ് വരുന്നത്. പവർ വളരെ കുറച്ചേ ഉള്ളൂ, വർക്ക് കുറച്ച് നമുക്ക് ഏറെ പഠിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ വർക്കും പവർ കഴിഞ്ഞാൽ ഇനി നമുക്ക് എനർജി ആണുള്ളത്. ഞാൻ ഡയറക്ട്ലി ഗോ ടു സൗണ്ട് ഇട്ടില്ല എനർജി. ഓക്കെ, നമുക്ക് എനർജിയിലോട്ട് പോവാം. വാട്ട് ഈസ് മീൻ ബൈ എനർജി? എനർജി ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് എനർജി. ഇപ്പം ഒരാൾക്ക് വണ്ണവും നീളവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനർജി വർക്ക് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ പുള്ളിക്ക് എനർജി ഇല്ല. തിരിച്ചു ആകാം, വണ്ണവും നീളവും ഒന്നും ഇല്ലാത്ത ആൾക്ക് ഈ പറയുന്ന പോലെ എനർജി ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വർക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത്. അന്നേരം ഏറ്റവും ബെസ്റ്റ് ഡെഫിനിഷൻ ഇത് തന്നെയാണ്, സംശയമില്ല. എനർജി ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്. ഇനി എനർജിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് SI സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്, SI സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് SI സിസ്റ്റം ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ജൂളാണ്. കാരണം വർക്കിന്റെയും ജൂളാണ്, വർക്കും സെയിം ആയതുകൊണ്ട് എനർജിയും സെയിം ആയതുകൊണ്ട് ജൂൾ തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ്. SI സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ. ഇനി ഡയമെൻഷൻ വർക്കും എനർജിയും സെയിം ആയതുകൊണ്ട് വർക്കിന്റെ ഡയമെൻഷൻ ആണ് ml² 2⁻². ഓക്കേവാ? എനർജി കഴിഞ്ഞു, അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കഴിഞ്ഞു, ജൂൾ കഴിഞ്ഞു, അതിന്റെ ഡയമെൻഷൻ കഴിഞ്ഞു. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് എനർജി. ഓക്കെ, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 3 എണ്ണമാണ്. ആദ്യത്തത് കിലോ ജൂൾ, സിമ്പിളാണ്. 2 കാലോറി എന്താ വേണമെങ്കിലും വിളിക്കാം, കാലോറി. അവൻ പുലിക്കൂട്ടാണ്. 3 ഇലക്ട്രോൺ വോൾട്ട്. ഇത് 3 എണ്ണമാണ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ, and the second one is calorie, and third one is electron volt. ഇനി ഇതൊക്കെ എത്ര ജൂളാണ് കൺവേർട്ട് ചെയ്യാൻ? That is the most important. 1 kilojoule is equal to 1000 joule. അടുത്ത 1 calorie is equal to 4.2 joule. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോകുന്നില്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? 1 electron volt, very important. EV എന്ന് എഴുതും. +2 ഡെഫിനേഷൻ ഒക്കെ പഠിക്കാൻ നമുക്ക്. It is the kinetic energy acquired by an electron when accelerated through a potential difference of 1 volt. ഇതൊക്കെ +2 നിങ്ങൾ ഇപ്പൊ ഇത്ര പഠിച്ചാൽ മതി. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 1.6 × 10⁻⁹. ഇത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. 1.6 × 10⁻⁹ ജൂളാണ്, കുളമ്പല്ല, ജൂളാണ്. ഇത്രയും നിങ്ങൾ കൺവേർഷൻ അറിയിക്കണം. അതിന്റെ 1 കിലോ ജൂൾ 1000 ജൂളാണ്. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁹ ജൂളാണ്. എന്റെ എനർജിയുടെ ഇൻട്രോ സൂപ്പർ എനർജി ആയില്ലേ? സൂപ്പർ ഇൻട്രോ ആയില്ലേ? എന്താണ് എനർജി എന്ന് പഠിക്കണം, അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പഠിക്കണം, ഡയമെൻഷൻ പഠിക്കണം,
പ്രാക്ടിക്കൽ യൂണിറ്റ്സ് 3 പഠിക്കണം. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് 3 അതിനെയും ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മള് വേരിയസ് ഫോംസ് ഓഫ് എനർജി. എന്തും വേണ്ടി എനർജിയാണ് അല്ലേ. ഞാൻ കൈയനക്കിയ എനർജി, ഞാൻ ഓടിയ എനർജി, നടന്നാൽ എനർജി, എല്ലാ എനർജിയാണ്. സംസാരിച്ച എനർജി, സൗണ്ട് എനർജി, ഹീറ്റ് എനർജി, സോളാർ എനർജി, മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ജിയോതെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി, അങ്ങനെ 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 വേരിയസ് ഫോംസ് ഓഫ് എനർജി. നമുക്ക് അതിൽ നിന്ന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജിയിലേക്കുള്ളൊരു എത്തിനോട്ടമല്ല കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, വേരിയസ് ഫോംസ് ഓഫ് എനർജി പറഞ്ഞത് നല്ല പവർ വരട്ടെ. വർക്ക് എനർജി പവറിലെ നമ്മള് പ്രധാനപ്പെട്ട എനർജിയുടെ ഒരു ഇൻട്രോ കഴിഞ്ഞു അല്ലെ, എനർജിയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അടുത്തത് വേരിയസ് ഫോംസ് ഓഫ് എനർജി. ഞാനിപ്പോ കുറേ പേരിങ്ങനെ പറഞ്ഞു, അത് നമുക്ക് സെലക്റ്റീവായിട്ട് കുറെ പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ ഈസ് ഇന്റേണൽ എനർജി. നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ചിലപ്പോൾ ഈ എനർജി പഠിച്ച് കാണാൻ വഴിയില്ല. വൺ ഈസ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെ പറയുന്ന പേരാണ് ഇന്റേണൽ എനർജി. എന്നാൽ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ഇതാണ് ഇന്റേണൽ ഇന്റേണൽ എനർജി. ഓക്കെ, ഒരു എനർജി കഴിഞ്ഞു. അടുത്തത് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഹീറ്റ് എന്ന് പറയുന്നത് തന്നെ ചൂടാണ്. ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ ഹോട്ട് ബോഡീസ്. ഹോട്ട് ബോഡീസിന് ഉള്ള എനർജി പറയുന്ന പേരാണ് ഹീറ്റ് എനർജി. ഞാൻ രണ്ട് പറഞ്ഞു, ഇന്റേണൽ എനർജി പറഞ്ഞു. ഇന്റേണൽ എനർജി is sum of kinetic energy and potential energy. What is meant by heat energy? Heat energy is the energy possessed by hot bodies. And the next one is mass energy. Mass energy വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ്റെ നിങ്ങൾക്കറിയാം E = mc². E = mc². ഇതിനകത്ത് E എന്ന് പറയുന്നത് എനർജി, M എന്ന് പറയുന്നത് മാസും, C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 3 പ്രോബ്ലത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 × 10⁸ m/s ആണ്. ഇത് മാറത്തില്ല. 2020 കൊറോണ കാരണം 2021 സിയുടെ വാല്യൂ മാറുമോ? ഒരിക്കലും ഇല്ല. സിയുടെ വാല്യൂ 3 × 10⁸ m/s. വെലോസിറ്റി ഓഫ് ലൈറ്റ് മറക്കാൻ പാടില്ല, മറന്നു പോകരുത് കേട്ടോ. E = mc². ഇതാണ് മാസ് എനർജി. Where E is energy, M is mass and C is velocity of light. E എന്ന് പറയുന്നത് എനർജിയാണ്, M എന്ന് പറയുന്നത് മാസുമാണ്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ എനർജി ആൻഡ് മാസ് ആർ ഇന്റർ കൺവേർട്ടബിൾ. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കൺവേർട്ടബിൾ ആയിട്ടുള്ളതാണ് എനർജിയും മാസും. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ E = mc². ഇതിന്റെ വളരെ പ്രാധാന്യമുള്ള ഇക്വേഷൻ ആണ്. കാരണം ഈ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാൻ ഐൻസ്റ്റീൻ ആണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആയ ഒരു ഇക്വേഷൻ ആണ്. ഐൻസ്റ്റീൻ പോലും അറിയാതെ ഐൻസ്റ്റീൻ ഇക്വേഷൻ വെച്ച് പലരും ചെയ്യുകയും അത് വെച്ച് വലിയ വിവാദം ഉണ്ടാക്കുകയും ചെയ്ത വളരെ ഫേമസ് ഇക്വേഷൻ ആണ് E = mc². ഇതാണ് മാസ് എനർജി. നെക്സ്റ്റ് വൺ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് ഉള്ള എനർജിയാണ്. വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സസ് ഇൻ നേച്ചറിനകത്ത് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയർ എനർജി, ഒരു ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന ഒരു ന്യൂക്ലിയോൺസ് എന്നാണ്. എന്താണ് ന്യൂക്ലിയോൺസ്? ന്യൂക്ലിയർ എനർജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. സിമ്പിൾ ആയിട്ട് പഠിക്കണം. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? ഇപ്പം ഇത് ചോക്കാണെന്ന് നിങ്ങൾ വിചാരിക്കും. മാർക്കാണെങ്കിൽ തല്ലി പിടിക്കാൻ പറ്റത്തില്ല. ഇത് ചോക്കാണെന്ന് വിചാരിക്കും, ഒരു ഹെവിയർ ചോക്ക്. അതിന് ഞാൻ ഒടിച്ച് 2-3 കഷ്ണങ്ങളായിട്ട് മാറ്റിയ ചോക്ക്. അന്നേരം സ്പ്ലിറ്റിംഗ് ഓഫ് ഹെവിയർ ചോക്ക് ഇൻടു 2 or more ലൈറ്റർ ചോക്സ്. അതുപോലെ തന്നെ ഇതൊരു ഹെവിയർ ന്യൂക്ലിയസ് ആണ് നിങ്ങൾ വിചാരിക്കുക. അതിനെ ഒന്നോ അതിൽ കൂടുതലോ ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നെന്ന് പറയാം. ഫിഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിനടുത്ത് തന്നെ സ്പ്ലിറ്റിംഗ് എന്നാണ്. അന്നേരം അതിന് ഒന്നോ അതിൽ കൂടുതലോ ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ fission. What is nuclear fission? The splitting up of heavier nucleus into 2 or more lighter
ന്യൂക്ലിയൈ. ന്യൂക്ലിയസിന്റെ പ്ലൂറൽ ആണ് എന്ത്? ന്യൂക്ലിയൈ. ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ പെട്ടെന്ന് പറയാം. സ്പ്ലിറ്റിംഗ് അപ്പോ ഹെവിയർ ന്യൂക്ലിയസ് ഇൻടു 2 or more ലൈറ്റർ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. അടുത്ത ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുക. ഞാൻ ചോക്കെല്ലാം ഇങ്ങനെ 2-3 ഭാഗമായിട്ട് മാറ്റി അതിലൂടെ ചേർത്താൽ എനിക്കൊരു വലിയ ചോക്ക് തിരിച്ചു കിട്ടും. അന്നേരം ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുക. അന്നേരം ദി കമ്പൈനിങ് ഓഫ് 2 or more ലൈറ്റർ ന്യൂക്ലിയൈ ടു ഫോം ഹെവിയർ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് ആണ്. ഏതാണെന്ന് മനസ്സിലല്ലോ? ലൈറ്റർ ന്യൂക്ലിയൈ ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറ്റുന്നതിനെ പറയുന്ന ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്നും ലൈറ്റർ ന്യൂക്ലിയസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വലിയൊരെണ്ണമാക്കി മാറ്റുന്നതിനെ ഹെവിയർ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നതിനെ പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അന്നേരം ഇത്രയാണ് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ വളരെ ബന്ധുക്കളായിട്ടുള്ള വേരിയസ് സോഴ്സ് ഓഫ് എനർജി. പറയാനാണെങ്കിൽ ഒരുപാട് എനർജി നമുക്ക് പറയാം. പറഞ്ഞ പോലെ സോളാർ എനർജി, ജിയോ തെർമൽ എനർജി, വിൻഡ് എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. പക്ഷെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെ നമ്മൾ പടാന്ന് പറഞ്ഞ ഇപ്പം തന്നെ പഠിക്കും. അന്നേരം ഇത്രയും സിമ്പിൾ ആയില്ലേ? അന്നേരം നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കുന്നവർ ഇപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വാ അടുത്ത ടോപ്പിക്കിലേക്ക്. അത് നമ്മുടെ വേരിയസ് ഫോംസ് ഓഫ് എനർജി കഴിഞ്ഞിട്ട് അടുത്തത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. എനർജി എങ്ങോട്ടൊക്കെയാണ് പോകണമെന്നൊക്കെ നമുക്ക് അറിയണ്ടേ? പോകുന്നതൊക്കെ എങ്ങോട്ടെന്ന് അറിയണ്ടേ? അന്നേരം ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് ദി കൺവേർഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് എനർജി മാറുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലോ ഓഫ്, പലർക്കും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പക്ഷെ ഇതിലും എല്ലാരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് കാണിക്കും. ഇനി നമുക്ക് ആ മിസ്റ്റേക്ക് കാണിക്കാൻ പാടില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പലരും ഇവിടെ വെച്ച് നിർത്തും. എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. ഇതുകൂടെ എഴുതണം. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതൊരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ഇൻടു അനദർ. ഓക്കെ, അടുത്ത അതിന്റെ എക്സാമ്പിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇൻ ഇലക്ട്രിക് ഫാൻ എന്ത് എനർജി ആയിട്ട് പോകുന്നു? ഇലക്ട്രിക് ഫാനിൽ നമ്മൾ സ്വിച്ച് ഇട്ടു. ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കറങ്ങുന്നു. മെയിൻ എനർജി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, ആൻഡ് ഇൻ ഇലക്ട്രിക് ബൾബ് ഒരെണ്ണോട് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിലേക്ക് അറിഞ്ഞെങ്കിൽ പിന്നെ മോശമല്ലേ? ഇലക്ട്രിക് ബൾബ് എന്താണ്? അങ്ങനെ സ്വിച്ച് ഇട്ടു. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ലൈറ്റ് എനർജി. നിങ്ങൾ ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളിപ്പം ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഒരു എനർജി ഉണ്ട്, യഥാർത്ഥത്തിൽ ഒരു ഹീറ്റ് എനർജി ഉണ്ട്, പ്ലസ് ഹീറ്റ് എനർജി. ഇതിന്റെ കൂട്ടത്തിലുണ്ട് പ്ലസ് ഹീറ്റ് എനർജി. എങ്ങനെ വരുന്നേ? കാരണം നമ്മൾ ഫാനോ ബൾബോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് തൊട്ട് നോക്കിയാൽ ചെറിയൊരു ചൂട് കാണും. അന്നേരം ഇത് അറിഞ്ഞിരിക്കുക. ലോ ഓഫ് കൺസർവേഷൻ എനർജി പെട്ടെന്ന് പറഞ്ഞേ, എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. 2 എക്സാമ്പിൾ അങ്ങ് എഴുതി വിട്ടേക്കണം. പിന്നെ നമ്മൾ ടോപ്പിക്ക് ആർക്കും പറ്റത്തില്ല. ഇൻ ഇലക്ട്രിക് ഫാൻ electrical energy is converted into mechanical energy, and in electric bulb electrical energy can be converted into light energy and heat energy. മറ്റതിനകത്തും ഹീറ്റ് എനർജി ഉണ്ട്. ഇങ്ങനെ എല്ലാ ഡിവൈസിനും നമുക്ക് ഒരു കൺവേർഷൻ പറയാനുണ്ട്. അതാണ് പറയുന്നത് എനർജി ക്യാൻ ബി neither created nor be destroyed. It can be transferred from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്കറിയാവുന്ന മെയിൻ 2 എനർജി വെച്ചാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷെ ഇവരൊരെണ്ണത്തിന്റെ സബ് ഡിവിഷൻ ആണ്. അതായത് മെക്കാനിക്കൽ എനർജിയെ
it can be classified into kinetic energy and potential energy. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ വിട്ടുപോയി. എല്ലാവർക്കും കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഒക്കെ അറിയാം. പക്ഷെ ഇവന്റെ ഇത് അമ്മാവനാണെങ്കിൽ ഇത് രണ്ട് അനന്തരന്മാരാണ്, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇത് മൂത്ത ജ്യേഷ്ഠൻ, ഇത് രണ്ട് അവിടെ രണ്ട് അവരുടെ ഇളയ അനിയന്മാർ. അതുപോലെ ബന്ധമുണ്ട് ഇവർ തമ്മിൽ. മെക്കാനിക്കൽ എനർജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ ഈസ് കൈനറ്റിക് എനർജി ആൻഡ് സെക്കൻഡ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യും. ഞാനിപ്പോ ഇങ്ങനെ മൂവ് ചെയ്ത് വരുവാണ്. അന്നേരം ഒരു മോഷനിലുള്ള വസ്തുവിനെ പറയുന്ന പേരാണ്, അവിടെയുള്ള എനർജി പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. ഉറപ്പായിട്ട് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ്. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ദിസ് കൈനറ്റിക് എനർജി half mv², where m is the mass and v is the velocity. എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. സിമ്പിൾ കൈനറ്റിക് എനർജി. അന്നേരം പൊട്ടൻഷ്യൽ എനർജിയോ മനസ്സിലാക്കും. യൂണിറ്റ് എന്താണ് കൈനറ്റിക് എനർജിയുടെ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അന്നേരം ഏത് എനർജിയുടെ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അടുത്ത പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹൈറ്റിലുള്ളതും അല്ലെങ്കിൽ റെസ്റ്റിലുള്ള വസ്തുക്കൾക്കൊക്കെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജി ഡാൻസ് ചെയ്താലൊക്കെ പോയത്. പൊട്ടൻഷ്യൽ mgh, where m is the mass and g is the acceleration due to gravity and h is the height. കണ്ടോ, ഇത്ര മനോഹരമായിട്ട്, ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. ലോ കൺസർവേഷൻ ഓഫ് എനർജി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി പഠിച്ചു, ലോ കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചു, എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു. മെക്കാനിക്കൽ എനർജി രണ്ടായിട്ട് ക്ലാസ് ചെയ്തു. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ പഠിച്ചു, ഹാഫ് mv². പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ പഠിച്ചു, mgh. എന്തൊക്കെയാണ് ടേംസ് എന്ന് നമ്മൾ ക്ലിയർ ആക്കി. ഓക്കെ, പവർ, എനർജി, ഹാർഡ് വർക്ക്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ മൂവിംഗ് ബോഡി. എല്ലാവർക്കും അറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ആരും തിരിക്കില്ല, ഹാഫ് mv². ഇതെങ്ങനെയാണ് ഇവനെ കിട്ടിയതെന്ന് നമുക്ക് അറിയിക്കണം. വേണ്ടേ? ഹാഫ് mv² ഒന്ന് ഡിറൈവ് ചെയ്യണം. എങ്ങനെ കിട്ടിയത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. നോക്കിയോ, എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ മൂവിംഗ് ബോഡി. അതിന്റെ ആദ്യം നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ v² = u² + 2s. നമ്മുടെ ന്യൂട്ടന്റെ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ വരുന്നതിൽ ഒരു ഇക്വേഷൻ ആണ് v² = u² + 2s. ഇനിഷ്യലി ഒരു ബോഡി ഇനിഷ്യലി റെസ്റ്റ് എന്ന് വിചാരിക്കുക. തുടക്കത്തിൽ അത് റെസ്റ്റിലാണെങ്കിൽ u ഇനിഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി. അങ്ങനെ u ന് 0 എന്ന് കൊടുക്കുക. v² = 0² + 2s. v² = 0² + 2s ആണ് 2s. അതിൽ നിന്ന് a = v²/2s. ഇക്വേഷൻ നമ്പർ 1. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ F = mn. അതിൽ നിന്ന് F = m × a ക്ക് വരുന്ന കൊടുക്കാം v²/2s. അന്നേരം F മൾട്ടിപ്ലൈ ചെയ്ത് m × v², mv²/2s. ഇക്വേഷൻ നമ്പർ 2. ഇത്രയും സിമ്പിൾ ആയിട്ട് ആരും പഠിപ്പിക്കും. നിങ്ങൾ തന്നെ നോക്കി. ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. W = F ന് പകരം നമുക്ക് കൊടുക്കാം. നമ്മുടെ ചെയിൻ പോലെ ഇക്വേഷൻ പോകുന്നത്. F ന് പകരം mv²/2s ഇൻറ്റു s. എസും കിട്ടിപ്പോയി. ബാക്കി W = mv²/2 എന്ന് പറയുന്നത് തന്നെയാണ് ഹാഫ് mv². ഇക്വേഷൻ കിട്ടി. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നുണ്ട്, വർക്ക് ഈസ് ദി എനർജി ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്കും എനർജിയും സെയിം ആണ്. ഇവിടെ വർക്ക് ഏത് എനർജിക്ക് സെയിം ആണ്? കൈനറ്റിക് എനർജിക്ക് സെയിം ആണ്. Therefore kinetic energy = half mv². ഇങ്ങനെയാണ് നമ്മൾ കൈനറ്റിക് എനർജിക്കുള്ള ഡെറിവേഷൻ പടാന്ന് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം നമുക്ക് പഠിക്കണം, പ്രോപ്പർട്ടീസ് ഓഫ് കൈനറ്റിക് എനർജി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഒറിജിൻ വരെ പഠിച്ചു. എന്താണ് കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി വന്ന എന്താണ്, ഇത്രയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കൈനറ്റിക് എനർജി പഠിച്ചു. 3 പ്രോപ്പർട്ടീസ്, 3 മാർക്കിനല്ലേ 2 മാർക്കിന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കയറാം. കൈനറ്റിക് എനർജി ഈസ് എ പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, പക്ഷെ പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് എഴുതാം. ഫസ്റ്റ് വൺ പറയാതെ നിങ്ങൾക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് എ പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി. എഴുതിയില്ലെങ്കിലും പഠിച്ചു കഴിഞ്ഞു. കൈനറ്റിക് എനർജി ഈസ് എ പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി. സെക്കൻഡ് വൺ, കൈനറ്റിക് എനർജി ഡിപെൻഡ്സ് അപ്പോൺ ഫ്രെയിം ഓഫ് റെഫറൻസ്.
ഈ വാക്ക് നമ്മൾ മോഷന്റെ പ്ലെയിനകത്ത് പഠിച്ചാണ്. നമ്മൾ ഒരു വസ്തുവിനെ നമ്മളിങ്ങനെ കാണുമ്പോൾ പല കോർഡിനേറ്റ്സിലും ഒക്കെ ആംഗിളിലൊക്കെയാണ് കാണുന്നത്. അതിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ഏതിനെ ഡിപെൻഡ് ചെയ്യുന്നു? ഡിപെൻഡ്സ് അപ്പോൺ ഫ്രെയിം ഓഫ് റെഫറൻസ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ ഏതാ പെട്ടെന്ന് പറഞ്ഞേ? ഫസ്റ്റ് വൺ കൈനറ്റിക് എനർജി ഈസ് എ പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി. സെക്കൻഡ് വൺ കൈനറ്റിക് എനർജി depends upon frame of reference. Third one, very important, kinetic energy is related to momentum. Kinetic energy is related to momentum. The kinetic energy is equal to our main equation, half mv square. Kinetic energy is equal to half mv square into മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ബൈ എം. എം വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അത് വെച്ച് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ വെട്ടിക്കളയരുത്. എന്നാൽ ഇത് തന്നെ കിട്ടും. അതിന്റെ കാരണമുണ്ട്, നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എം, എം സ്ക്വയർ വി സ്ക്വയർ ബൈ 2m. ഓക്കെ, ബട്ട് momentum P is equal to mv. Squaring on both sides. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്തു. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ വി സ്ക്വയർ. എം സ്ക്വയർ വി സ്ക്വയർ. അതായത് നമുക്ക് എം സ്ക്വയർ വി സ്ക്വയർ വരെ നമുക്ക് പി സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. അത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കിട്ടിപ്പോയി പി സ്ക്വയർ ബൈ 2. വളരെ 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. കാരണം ഇക്വേഷൻ വെച്ച് ഒരുപാട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാറുള്ളതാണ്. കൈനറ്റിക് എനർജി മൊമെന്റും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് kinetic energy is a positive scalar quantity, and second one is kinetic energy depends upon frame of reference, and third one is kinetic energy is related to momentum. Equation derive ചെയ്ത് kinetic energy is equal to p square by 2. നമ്മൾ കുറേ ടോപ്പിക് നമ്മൾ ഇന്ന് പഠിച്ചു. ഇഷ്ടപ്പെട്ടേക്കുന്നവർ ഒരിക്കൽ കൂടി പറയുന്നു, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട് പഠിക്കാം. അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക് എനർജി തിയറം, ഇലിസ്ട്രേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. എല്ലാം പടക്കൻ എന്നാൽ ഈസി ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും മാർക്ക് മേടിക്കത്തക്ക രീതി നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നാളത്തെ ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ. ഓക്കെ വാ.